മൈ ഫ്രണ്ടിന്റെ വക 50% ഇറക്കുമതി തീരുവ സമ്മാനമായി കിട്ടിയതിനു ശേഷം നമ്മുടെ സ്വന്തം മോദിജി മൗനത്തിലാണ്. ഇറക്കുമതി തീരുവ കൂട്ടിയത് എന്തിനാന്നാ? റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്. ഇന്ത്യ നൽകുന്ന ക്രൂഡ് ഓയിൽ പണം ഉപയോഗിച്ചാണ് റഷ്യയുടെ ഉക്രൈൻ യുദ്ധമെന്നാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കയുടെ ശത്രുവായിരിക്കുക എന്നത് അപകടകരമാണ്, എന്നാൽ അമേരിക്കയുടെ സുഹൃത്തായിരിക്കുക വിനാശകരമാണ് എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ശത്രുരാജ്യമായ ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് 30% തീരുവ മാത്രമാണ്. എന്നിട്ടാണ് സൗഹൃദ രാജ്യമായ നമ്മളോട് ഫ്രണ്ടിന്റെ കൊടും ചതി. ചങ്ക് പോലെ കൊണ്ടു നടന്ന ഫ്രണ്ട് ചതിച്ചാൽ പിന്നെ ആർക്കായാലും വിഷമം വരൂലേ? സൗഹൃദത്തിന്റെ ചതി ഇങ്ങനെയൊക്കെയാണ് ജി, വിഷമിക്കാതെ. ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏറ്റവും വലിയ ഭാഗം പോകുന്നത് അമേരിക്കയിലേക്കാണ്, 18%. സത്യത്തിൽ മൈ ഡിയർ ഫ്രണ്ടിന് എപ്പോഴോ തോന്നി ഇന്ത്യക്ക് കുറച്ചുകൂടി സ്നേഹവും ബഹുമാനവും അമേരിക്കയോട് വരാനുണ്ടെന്ന്. അതിന് ഇപ്പോൾ ഉള്ളതുപോലെ വിനീതനായാൽ പോരാ, കുറച്ചുകൂടി നന്നായി വിധേയപ്പെട്ട് നിൽക്കണം. അമേരിക്കൻ ഉപരോധങ്ങളും അമേരിക്കൻ തീരുവകളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ദോഷകരമായി ബാധിക്കും, സമ്മർദ്ദത്തിൽപ്പെടുത്താൻ സാധിക്കുമെന്ന ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ചങ്കെ, എനിക്ക് റഷ്യ ഇഷ്ടമല്ല, നീയും ഇഷ്ടപ്പെടില്ല എന്നൊരു ലൈൻ. അതുകൊണ്ടാണ് ഈ പണിയൊക്കെ നമുക്ക് തരുന്നത്. അത് പക്ഷേ കട്ടപ്പയെ പോലെ പിന്നീട് വെട്ടുന്ന പരിപാടിയല്ല. രാജ്യത്തിനെതിരെ ട്രംപ് ഉയർത്തിയ ഭീഷണികളൊക്കെയും തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ പരസ്യമായാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനം എന്നത് ജിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണെന്നറിയാം, എന്നാലും ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും. ഇവിടെ ഫ്രണ്ടിന് വേണ്ടി നമസ്തേ ട്രംപ്, അവിടെ ജിക്ക് വേണ്ടി ഹൗഡി മോഡി, എന്തൊക്കെയായിരുന്നു. എന്നിട്ടും നല്ല 50ന്റെ പണിയല്ലേ കിട്ടിയത്. റഷ്യയുമായുള്ള വാണിജ്യബന്ധം ഉപേക്ഷിക്കണമെന്നത് മാത്രമല്ല കേട്ടോ ട്രംപിന്റെ ആവശ്യം. കാർഷിക മേഖല പൂർണ്ണമായും തുറന്നിടണം. അമേരിക്കൻ ഗോതമ്പും പാലും വെണ്ണയും നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം. അമേരിക്കയിൽ 4% ആളുകളെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ 40%-ത്തിലേറെ ആളുകളുടെ ഉപജീവനം കാർഷിക മേഖലയിലാണ്. പക്ഷേ ഇതൊന്നും ട്രംപിന് പ്രശ്നമല്ല, ട്രംപിനെ സ്നേഹിക്കുന്ന മോദിക്കും. കഴിഞ്ഞില്ല. അമേരിക്കയിൽ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് ബോണ്ട് ഏർപ്പെടുത്താനും നീക്കമുണ്ട്. $5,000 മുതൽ $15,000 വരെയാണ് അപേക്ഷകർ ബോണ്ട് നൽകേണ്ടത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനായി നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട്. അതിനിടയിൽ വേണ്ടി വന്നാൽ തീരുവ ഇനിയും കൂട്ടുമെന്ന ട്രംപിന്റെ ഭീഷണി വേറെ. ഇതിനിടെ പുടിനെയും നമ്മുടെ ജി മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. മൊത്തത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതൊന്നുമല്ല ജിയുടെ ആവശ്യം. കുറെ ഫ്രണ്ട്സിനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഹൈലി പേഴ്സണൽ. നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയം എന്ന് പറയുന്നത് ചുമ്മാ വ്യക്തിമാഹാത്മ്യം വിളമ്പാനാണോ അതോ രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കാനോ?